മോനു വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും. ഇന്നല്ലേ കോടതി കൊണ്ടുപോകുന്നത്? അതെ. കോടതി തീരുമാനം എന്തായി? റിമാൻഡ് ചെയ്ത് 14 ദിവസത്തേക്ക്. ഓ, ഇനി അതിന്റെ പേരിലും കുറച്ച് വിളി കേൾക്കേണ്ടി വരുമല്ലോ. എന്റെ സുജാതെ, കല്യാണം കഴിഞ്ഞിട്ട് ബന്ധുക്കൾ ചെവി തല തന്നിട്ടില്ല. എന്തൊക്കെയാ ചോദ്യങ്ങള്? മനു സബ് കളക്ടറല്ലേ, എന്തിനാ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ബന്ധം ആലോചിച്ചേ? ഇത്രയും വലിയൊരു സംഭവം കൺമുന്നിൽ കണ്ടപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ബന്ധം അവസാനിപ്പിച്ച് പോരായിരുന്നില്ലേ? ഉത്തരം പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. നീ ഒന്ന് വെറുതെ ഇരുന്നേ. എന്തിനാ വെറുതെ സുജാതയെ പറഞ്ഞു വിഷമിപ്പിക്കുന്നേ? അല്ല, ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? മക്കള് നല്ലത് ചെയ്താ അച്ഛനമ്മമാർക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നടക്കാം. അവര് കെട്ടത് ചെയ്താലേ തല കുനിച്ച് നിന്നേ പറ്റൂ. സുജാതയൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞങ്ങളൊന്ന് തൊഴുതിട്ട് വരാം. ദേ, ഒന്ന് നിന്നേ. പിന്നെ സുജാതേ, മോനെ 1-2 ദിവസം കഴിഞ്ഞേ വിടാൻ പറ്റുള്ളൂന്ന് സുജാത പറഞ്ഞു. അത് ഞങ്ങൾ സമ്മതിച്ചു. ഇപ്പൊ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇനി അത് മാറ്റിവെക്കരുത്. മോനൊരു 2 ദിവസം കഴിയുമ്പോ അങ്ങ് എത്തണം. അച്ഛനും അമ്മയും ഉള്ളിടത്ത് അവൻ നിൽക്കുന്നതാണല്ലോ അതിന്റെ ഒരു ശരി. സ്വന്തമല്ലാത്ത കാര്യങ്ങള്, അതിപ്പോ സാധനങ്ങളായാലും മനുഷ്യരായാലും കുറച്ച് അകലെ വിടുന്നത് നല്ലതാ. അതിന്റെ കാര്യം എന്താ? പിരിയേണ്ടി വന്ന വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ സുജാതെ. ഓഫീസിൽ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിനേക്കാളും വലുതാണല്ലോ സമാധാനം. ഞങ്ങളെ സമാധാനത്തോടെ ജീവിച്ചോളാം. നീ സമ്പത്തിന് വേണ്ടി ജീവിച്ചോ. ഞാനിപ്പോ റെഡിയാവാം. അച്ഛൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കാലം എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ. നിങ്ങളുടെ സമാധാനവും കെടുത്തില്ലായിരുന്നു. ഞാൻ വേഗം വരാം. അമ്മാവന് ഇതെന്തു പറ്റി? ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ആര് പറഞ്ഞടാ നിന്നോട് പെട്ടെന്നെടുത്ത തീരുമാനമാണെന്ന്? ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയായത്. ഇതിനിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. എന്റെ മകളുടെ കണക്കൂട്ടൽ ഞാൻ തീർക്കും. അതിനുള്ള മനസ്സുറപ്പൊക്കെ എനിക്കുണ്ട്. അതിനാരും എന്നെ ചോദ്യം ചെയ്യണ്ട. നമ്മൾ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോവാം. മോളെ, മനുവിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? ആദ്യം നമ്മളെ വിട്ടുകൊടുക്കണം. കൊടുത്തേ പറ്റൂ. ആ അമ്മ
ആ മോളെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്റെ ജീവിതത്തില് ദൈവങ്ങളെങ്കിലും കൂട്ടുണ്ടാവും. പ്രാർത്ഥിച്ചോ. ഏയ്. കാളി കാളി മഹാകാളി യക്ഷ മഹാബഹു കുലം ച കുലവം മാം ച ഭയപോലെ. കുലം ച കുലവം മാം ച തിരുമേനി. പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ. ഇനി എല്ലാം ഈശ്വരൻ നോക്കിയോളൂ. ഓ. ഇനി നടക്ക്.